ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC കഫേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ഭൂമിശാസ്ത്രവുമായി റിലേറ്റ് ചെയ്ത് 2021 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ PYQ സീരീസിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണിത്. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചിട്ടുള്ള PYQവിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല, ഒരു 8-10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡെയിലി എടുക്കുന്നുള്ളൂ. അത് നല്ല വൃത്തിയായിട്ട് PYQs പഠിക്കുക. പ്രസ്താവന രീതികളാണെങ്കിൽ ആ പ്രസ്താവനകൾ നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു പോർഷൻസ് ഒക്കെ കവർ ചെയ്യാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു PYQസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം, പൊതുജനാരോഗ്യം, അങ്ങനെ എല്ലാത്തിൻ്റെയും PYQ സീരീസും കൂടി നമ്മുടെ ചാനലിലുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിക്കാലം നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. രണ്ടാമത്തേത്, ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ തൃശ്ശൂർ കാഞ്ഞങ്ങാട് സമതലം, ഓപ്ഷൻ ബി പാലക്കാട് ചുരം, ഓപ്ഷൻ സി എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം, ഓപ്ഷൻ ഡി തീര സമതലം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് ഏത് പ്രദേശമാണെന്നാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഒന്നും കൂടി നമുക്ക് വായിക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്ത്, അതായത് കിഴക്ക് ഭാഗത്ത് തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. ഏകദേശം 40 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു മലമ്പാതയാണ്. തൃശ്ശൂർ താഴ്ന്ന പ്രദേശം എങ്ങോട്ടാണ്? ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് ചുരത്തിൻ്റെ 3 പ്രത്യേകതകളാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന, അക്ഷാംശം 8 ഡിഗ്രി 18 വടക്ക് മുതൽ 12 ഡിഗ്രി 48 വടക്ക് വരെ, രേഖാംശം 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 കിഴക്ക് വരെ. 3, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. 3 പ്രസ്താവനകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 3 ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. അപ്പോൾ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്, തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അതുപോലെ കേരളത്തിൻ്റെ അക്ഷാംശ രേഖാംശം കൊടുത്തിട്ടുണ്ട്. അക്ഷാംശം നമ്മൾ നോക്കുക, അക്ഷാംശം വടക്കും രേഖാംശം കിഴക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത്. അക്ഷാംശം വടക്ക്, രേഖാംശം കിഴക്ക്. ഇനി ഈ നമ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അക്ഷാംശമാണെങ്കിൽ 8 ഡിഗ്രി 18 ആ രീതിയിൽ പഠിക്കുക. 8 ഡിഗ്രി 18 മിനിറ്റ്. വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ്. 12:48, 8:18, 12:48. ഓക്കെ, അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ്, 8:18, 12:48. ഓക്കെ, രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77:22 കിഴക്ക് വരെ. നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൻ്റെ ക്ലാസ് എടുത്തപ്പോഴേ അതിൽ ഇന്ത്യേൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അക്ഷാംശം വടക്ക്, രേഖാംശം കിഴക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ അക്ഷാംശം സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ഡിഗ്രിയിൽ തന്നെയാണ്, 8 ഡിഗ്രിയിൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടേതാണെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയും,
അതുപോലെ തന്നെ രേഖാംശം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 വരെയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ നമ്പേഴ്സ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ പറയാം. അക്ഷാംശം 8:18 വടക്ക് മുതൽ 12:48, 8:18 വടക്ക് മുതൽ 12:48. രേഖാംശമാണെങ്കിൽ അത് കിഴക്കാണെന്ന് നോക്കുക. കിഴക്ക് 74:52 നോക്കിയേ. ഈ 74:52 7-ന്ന് 2 കുറച്ചാൽ 5, 4-ന്ന് 2 കുറച്ചാൽ 2, സോ 74:52. പിന്നെ വരുന്ന നമ്പർ 77:22. അത് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ 74:ന്ന് 22 എന്ന് പറയുന്നത് 2 കുറച്ച് കഴിഞ്ഞാൽ 5ഉം 4-ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 2. അപ്പോൾ 74:52 കിഴക്ക് മുതൽ 77:22 കിഴക്ക് വരെയാണ് രേഖാംശം. അതുപോലെ ഭൂപ്രകൃതി നമ്മൾ പറഞ്ഞു, ഇടനാട്, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ 3 പ്രസ്താവനകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അക്ഷാംശം രേഖാംശം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു നോക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കാം, റീകളക്ട് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അപ്പം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ്, ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ എറണാകുളമാണ്. ഓപ്ഷൻ എ എറണാകുളം. അടുത്ത ചോദ്യം, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? കൺവീനർ. ഓപ്ഷൻ എ പഞ്ചായത്ത് പ്രസിഡന്റ്, ഓപ്ഷൻ ബി പഞ്ചായത്ത് സെക്രട്ടറി, ഓപ്ഷൻ സി വാർഡ് മെമ്പർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഗ്രാമസഭയുടെ കൺവീനർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺവീനർ ഓപ്ഷൻ സി വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. ഗ്രാമസഭയുടെ ചില പ്രസ്താവന രീതികളിലേക്ക് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതിൻ്റെ ചോദ്യമാണ്. 174/2024 ചോദിച്ച ചോദ്യമാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. പ്രഥമ ഒളിമ്പിക്സ്, കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിൻ്റെ അക്ഷാംശം 8:18, 12:48 വടക്കാണ്. രേഖാംശം എന്ന് പറയുമ്പോൾ 74:52 കിഴക്ക്, 77:22 കിഴക്ക് വരെ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ഓപ്ഷൻ എ കാപ്പി, ഓപ്ഷൻ ബി തേയില, ഓപ്ഷൻ സി കരിമ്പ്, ഓപ്ഷൻ ഡി പരുത്തി. അപ്പം ഉൽപാദനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനമുള്ളത് ഏത് വിളയുടെയിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാപ്പി. കാപ്പിയുടെ ഉൽപാദനത്തിലാണ് കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്. കാപ്പി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി മുതിരമ്പുഴ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ എ പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആദ്യത്തേതാണ് കേട്ടോ, പള്ളിവാസൽ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പ്രസ്താവന 1, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. 2, വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഓപ്ഷൻ എ ഇടുക്കി വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ശെന്തുരുണി, ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി, ഓപ്ഷൻ ഡി പേപ്പാറ വന്യജീവി സങ്കേതം. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പം നമുക്ക് ചിന്നാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആദ്യം പഠിക്കാം. ചിന്നാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു പ്രസ്താവന? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന, ഈ മഴനിഴൽ പ്രദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നോക്കാം നിങ്ങൾക്ക് ചിന്നാർ എന്ന് വരുന്ന മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇവിടെ എന്തൊക്കെയാണുള്ളത്? വംശനാശ ഭീഷണി നേരിടുന്ന ആരെല്ലാം ഉണ്ട്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്നത് എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെയും ചോദിക്കാം, നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? അല്ലെങ്കിൽ ചാമ്പൽ മലയണ്ണാൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെ
കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്നൊക്കെ ചിന്നാർ വന്യജീവി സങ്കേതം റിലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതവും ചാമ്പൽ മലയണ്ണൻ, നക്ഷത്ര ആമകൾ എന്നിവരെ കാണുന്നതും എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പള്ളിക്കര, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി നിറവൻകര, ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ്, ഉത്തരം ഓപ്ഷൻ എ ആണ്, പള്ളിക്കര വില്ലേജ്. പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട ഏതാ? ബേക്കൽ കോട്ടയാണ്. ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കര വില്ലേജിലാണ്. പള്ളിക്കര വില്ലേജ്. ഓക്കെ, ബേക്കൽ കോട്ട, പള്ളിക്കര വില്ലേജ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കായിക തലസ്ഥാനം. ഓപ്ഷൻ എ കോതമംഗലം, ഓപ്ഷൻ ബി തലശ്ശേരി, ഓപ്ഷൻ സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി അരുവിക്കര. കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കോതമംഗലം. കോതമംഗലമാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം. കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം. കോതമംഗലമാണ്. അടുത്ത ചോദ്യം, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? അപ്പൊ ഇതിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ആദ്യമായി കയർ ഫാക്ടറി ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1859. 1859 കേരളത്തിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറീസ് ആരംഭിച്ചത്. അത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കണ്ണൂർ. അപ്പൊ 1859 കേരളത്തിൽ ആദ്യമായി ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ്, ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് 1859 കയർ ഫാക്ടറി സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1986. ചോദ്യം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1984. 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. സൈലന്റ് വാലിയെക്കുറിച്ച് വർഷങ്ങൾ മാത്രമല്ല, സിംഹവാലൻ കുരങ്ങുകൾ എവിടെയാണ്, അല്ലെങ്കിൽ ചീവീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ സൈലന്റ് വാലി എന്ന് കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ എന്തുകൊണ്ടാണ് കാണുന്നത്? അവിടെ വെടിപ്ലാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൈലന്റ് വാലിയുമായി പഠിക്കാനുണ്ട്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. നമ്മൾ നമ്മുടെ പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞു. 40 കിലോമീറ്റർ വീതിയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിനെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞെന്താ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ കേരളത്തിൻ്റെത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ ഭൂപ്രകൃതി ഉണ്ട്. അക്ഷാംശം വരുന്നത് 8, 18, 12, 48 വടക്കും. രേഖാംശം വരുന്നത് 74, 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെയാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, കയർ ഫാക്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. നമ്മൾ പറഞ്ഞു പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ 2 പ്രത്യേകതകൾ പറഞ്ഞു. മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ്. അവിടെ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളെല്ലാം ഉള്ളൊരു വന്യജീവി സങ്കേതമാണ്. ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? എറണാകുളത്തായിരുന്നു ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ്. ഗ്രാമസഭയുടെ കൺവീനർ ആരാന്ന് നമ്മൾ പറഞ്ഞു? വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട, അത് ഏത് വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ കാപ്പി ഉൽപ്പാദനത്തിലെ 2ാം സ്ഥാനമാണ്. പിന്നെ നമ്മൾ സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം പറഞ്ഞു 1984. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളെടുത്തത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PYQs. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇതിൻ്റെ അടുത്ത ക്ലാസ് നമ്മൾ വൈകാതെ തന്നെ ഇടും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ചരിത്രം, ഇന്ത്യൻ ഭരണഘടന, കേരള ചരിത്രം, പൊതുജനാരോഗ്യം, അങ്ങനെ ഒരു എല്ലാത്തിൻ്റെയും PYQs നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാവർക്കും നമുക്കിനി ഒരു അടുത്ത ക്ലാസ്സിൽ കാണാം കുറച്ച് ചോദ്യങ്ങളായിട്ട്. ഓക്കെ താങ്ക് യു.